ക്രിസ്തുവിൽ പ്രിയരായ എല്ലാവർക്കും സ്നേഹവന്ദനത്തെ ഓർപ്പിക്കുന്നു. വീണ്ടും ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൽ കടക്കുവാൻ സർവകൃപാലുവായ ദൈവം നമുക്ക് ഭാഗ്യം തന്നിരിക്കയാൽ നമുക്കുള്ളതൊന്നും നഷ്ടപ്പെടാതെ, നമുക്കുള്ളതൊന്നും തകർന്നു പോകാതെ നിത്യജീവൻ നമ്മെ സൂക്ഷിക്കുകയും ക്രിസ്തുവിൽ ദൈവം നമ്മെ കാത്തു പരിപാലിക്കുകയും ചെയ്തതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനിന്നിങ്ങനെ ഒരു ഓഡിയോ മെസ്സേജ് ആയിട്ടിട്ടത് എല്ലാവരും ജീവിതത്തിൽ തിരക്കിലാണ്. അപ്പോൾ ഒരു വീഡിയോ ഇടുമ്പോൾ അത് കാണുവാൻ ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് പലരും അറിയിച്ചിട്ടുണ്ട്. എൻ്റെ പ്രാരംഭകാലങ്ങളിൽ ഞാൻ കൃപയിലേക്ക് വന്നപ്പോൾ ഞങ്ങളുടെ മീറ്റിങ്ങുകളെല്ലാം ഞങ്ങൾ ഓഡിയോയിലാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളതായിരുന്നു. എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ ഓഡിയോ എല്ലാം പോകുന്ന ബസ് യാത്രകളിൽ, വരുന്ന വഴികളിൽ, നിൽക്കുന്ന പാതകളിൽ ഒക്കെ നമ്മുടെ ഫ്രീ ടൈമിൽ ഞങ്ങളത് കേൾക്കുമായിരുന്നു, കൺഫസ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് എത്തിച്ചേർന്നത് കർത്താവിൻ്റെ കൃപയാലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു നല്ല മെസ്സേജ് എല്ലാ 2 ദിവസം കൂടുമ്പോഴും ജനത്തിന് നടുവിലേക്ക് കൊടുക്കുവാൻ, എന്നെ സ്നേഹിക്കുന്നവരുടെ അടുക്കലേക്ക് കൊടുക്കുവാൻ ദൈവം കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ യാത്രകളിൽ, നിങ്ങളുടെ ഫ്രീ ടൈമുകളിൽ നമ്മുടെ മെസ്സേജുകൾ നമുക്ക് കേൾക്കാം. അത് നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരത്തെ കൊണ്ടുവരും, മാറ്റങ്ങളെ കൊണ്ടുവരും. അത് നമ്മളെ മനുഷ്യനിൽ നിന്ന് ക്രിസ്തുവിലേക്കുള്ള യാത്രയിലേക്ക്, ആ യാത്ര നമ്മളെ പൂർത്തീകരിക്കാൻ സഹായിക്കും എന്ന് വിശ്വസിക്കുന്നു. കർത്താവിൽ ഏവർക്കും സ്നേഹവന്ദനത്തെ വീണ്ടും ഓർപ്പിക്കുകയാണ്. നമ്മളെല്ലാ പേരും വിശ്വാസത്തിലും ക്രിസ്ത്യാനിത്വത്തിലുമൊക്കെ പറയുന്നൊരു വാക്കാണ് രക്ഷ എന്നത്. എന്താണ് രക്ഷ എന്ന് ചോദിച്ചാൽ പറയും, മരണത്തിൽ നിന്ന് ജീവനിൽ കടന്ന രക്ഷയാണ്. കർത്താവ് നമ്മളെ രക്ഷിക്കുന്നു എന്നൊക്കെ നമ്മൾ പല രീതിയിലും പഠിപ്പിക്കാറുണ്ട്, പറയാറുണ്ട്. എന്നാൽ നമുക്കതിൻ്റെ യഥാർത്ഥ വശം അറിയത്തില്ല എന്നതാണ് ഖേദകരമായ ഒരു സത്യം. പഴയ നിയമത്തിനകത്ത്, ഉൽപ്പത്തിക്കകത്ത് നമ്മൾ തിരുവെഴുത്ത് വായിച്ചാൽ അതിൻ്റെ 3-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യത്തിൽ മനുഷ്യൻ തെറ്റ് ചെയ്യുകയും അവർ നഗ്നരാണെന്നറിയുകയും ദൈവം അവർക്ക്, ആദമിനും അവൻ്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ടൊരു ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിക്കുന്നതുമായി നമ്മൾ കാണുന്നു. നിങ്ങൾക്കറിയാമോ, ഒരു മനുഷ്യൻ്റെ നഗ്നത മറയ്ക്കാൻ ഒരു മൃഗത്തെ കൊന്ന് ആ മൃഗത്തിൻ്റെ ഐഡൻറ്റിറ്റിയായ, മൃഗത്തിൻ്റെ രൂപത്തിൻ്റെ ഐഡൻറ്റിറ്റിയായ ആ തോലിനെടുത്ത് അവനെ ഉടുപ്പിക്കുകയാണ് ദൈവം. ഇതിനകത്തൊരു വലിയ മാർമിക സത്യമുണ്ട്. പുതിയ നിയമത്തിൽ നമ്മെ ദൈവം പഠിപ്പിച്ച ഓരോ തലങ്ങളുണ്ട്. പൗലോസ് അപ്പോസ്തലനായി വരുമ്പോൾ തന്നെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിൽ വസിക്കുന്നു എന്നൊരു വലിയ മർമ്മം കൊലോസ്യ ലേഖനം 1:27 താൻ പ്രഖ്യാപിക്കുകയാണ്. താനത് പറയുമ്പോൾ ഈ കൊലോസ്യ ലേഖനം 1:27 പറയുകയാണ്, ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. ആ മർമ്മം ഇതാണ്: മഹത്വത്തിൻ്റെ പ്രത്യാശയായ, ഹോപ്പ് ഓഫ് ഗ്ലോറി, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു എന്ന ഈ ഒരു മർമ്മം. കുറച്ച് കാലഘട്ടം കൂടെ കഴിഞ്ഞപ്പോൾ താൻ അതിനകത്തുനിന്ന് കുറച്ചുകൂടെ വളർന്നു. പണ്ട് നമ്മൾ സ്കൂളുകളിൽ ചെറുതിലെ പഠിക്കുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ അറിവ് ആ സമയത്ത് ആ രീതിയിലായിരുന്നു. സൂര്യൻ കടലിൽ നിന്ന് പൊങ്ങിയാണ് വരുന്നതെന്ന് പഠിപ്പിച്ചു നമ്മുടെയൊക്കെ കാലഘട്ടങ്ങളിൽ. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കെല്ലാം നല്ല രീതിയിലുള്ള അറിവുണ്ട്. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഭൂമി ഉരുണ്ടതാണ്, ഭൂമിയാണ് സൂര്യനെ വലം വയ്ക്കുന്നതെന്ന്. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ വീണ്ടും മനസ്സിലായി ഈ ഭൂമിക്കപ്പുറം ഒരു പ്രപഞ്ചമുണ്ടെന്നും ആ പ്രപഞ്ചം മൊത്തം ദൈവം മനോഹരമായി സൃഷ്ടിച്ചിരിക്കുന്നു, ആർക്കും അളന്നുകൂടാൻ പറ്റത്തില്ല എന്നും പഠിച്ചു. അങ്ങനെ ഓരോ പ്രായത്തിലും നമ്മുടെ അളവും അറിവിൻ്റെ ആക്കവും വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ
പൗലോസ് അപ്പോസ്തലൻ അന്ന് പഠിപ്പിച്ചു, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ഹോപ്പ് ഓഫ് ഗ്ലോറി നിങ്ങളുടെ ഉള്ളിലിരിക്കുകയാണ്. അത് ക്രൈസ്റ്റാണ്. എന്നാൽ കുറച്ച് കാലഘട്ടം കൂടെ കഴിഞ്ഞപ്പോൾ താൻ തിരുവെഴുത്തിൽ പല ഭാഗത്തും എഴുതി വെച്ചു, വി ആർ ക്ലോത്ത് വിത്ത് സ്പിരിറ്റ്, വി ആർ ക്ലോത്ത് വിത്ത് ക്രൈസ്റ്റ്. ഗലാത്യ ലേഖനം 3:27 പറയും, നാം ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ധരിക്കുക എന്ന് പറയുന്നത് നമ്മൾ ധരിച്ചതല്ല, നമ്മളെ ധരിപ്പിച്ചതാണ്. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, രക്ഷ നമ്മൾ വിശ്വസിച്ചപ്പോൾ കിട്ടിയതാണ്. നമ്മൾ വിശ്വസിച്ചത് ഒരു കാരണമാണ് എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടുമുണ്ട്, കണ്ടിട്ടുമുണ്ട്, ഞാൻ പ്രസംഗിച്ചിട്ടുമുണ്ട്. പക്ഷേ അതൊരു വലിയ തെറ്റായിരുന്നു എന്നെൻ്റെ അറിവിൻ്റെ പൂർത്തീകരണത്തിലേക്ക് പോകുന്ന യാത്രയിൽ എനിക്ക് മനസ്സിലായി. എന്താണെന്നറിയാവോ, രക്ഷ എന്ന് പറയുന്നത് ദൈവം നമ്മളെ ഉടുപ്പിച്ചതാണ്, നമ്മൾ ഉടുത്തതല്ല. യേശുക്രിസ്തു മരിച്ചതുകൊണ്ട് അവൻ്റെ ഐഡൻറ്റിറ്റിയായ പുത്രത്വം നമ്മുടെ പുറത്തോട്ടിട്ടിട്ട് നമ്മളെ പുത്രനായി കാണുന്നതാണ് ക്രിസ്തുവിൻ്റെ ആ മരണം കൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്ന രക്ഷ. പഴയ നിയമത്തിനകത്ത് നിന്ന് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ ലോകത്തിലെ മനുഷ്യർക്ക് എല്ലാവർക്കും ദേഷ്യം വരുന്ന ഒരു ഭാഗമാണ് ഞാനും എൻ്റെ ദൈവം ഒന്നാണെന്നുള്ള സങ്കല്പം. ഞാൻ അതിനെക്കുറിച്ച് വേറൊരു ഭാഗത്ത് പിന്നെ ഒരു സമയത്ത് എടുക്കുവാം. നമുക്കിനി എല്ലാ ദിവസവും 2 ലൈവുകൾ വെച്ച് ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകാം, ഓഡിയോ ലൈവുകൾ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ക്രിസ്തുവിനെ ഞാൻ ധരിച്ചിരിക്കുകയല്ല, ക്രിസ്തു എന്നിൽ ധരിക്കപ്പെട്ടിരിക്കുകയാണ്. ക്രിസ്തു എൻ്റെ ഉള്ളിലല്ല ഇരിക്കുന്നത്, എൻ്റെ പുറത്ത് വ്യാപരിക്കുകയാണ്. നിത്യജീവൻ നമ്മൾ ചുമക്കുകയല്ല, നിത്യജീവൻ അങ്ങ് സ്വർഗത്തിൽ പോകുമ്പോൾ ദൈവം തരുന്ന ഗിഫ്റ്റല്ല. നിത്യജീവൻ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ തിരുവെഴുത്ത് പറയുമ്പോൾ നിത്യജീവൻ ഒഴുകുമെന്ന് യേശു പറഞ്ഞു. പക്ഷെ വിശ്വസിക്കാതെ തന്നെ നമ്മളെ വിളിച്ച് നമ്മളെ ആഹാരം തന്ന് നിത്യജീവൻ എന്ന ലൈഫ് തന്ന് ആ നിത്യജീവനാണെന്ന് നമ്മളെ ക്യാരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രയോ മരണം നമ്മുടെ മുമ്പിൽ കൂടി കടന്നുപോയി. നമ്മൾ പറയും കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ടു. കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ടതല്ല, നിത്യജീവൻ നിങ്ങളെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായം 30-31 വാക്യങ്ങളിലൊരു വാക്യം ഇങ്ങനെയുണ്ട്, അവനോ വളരണം, ഞാനോ കുറയണം. അടുത്ത വാക്യം പറയുന്നു, എല്ലാവർക്കും മേലെയുള്ളവൻ, എബോവ് ഫ്രം ഓൾ ഓഫ് ഓൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. എല്ലാവർക്കും മേലെയുള്ളവൻ, എല്ലാവർക്കും മീതെയുള്ളവൻ എന്നാണ് ആ വാക്കിൻ്റെ ഒറിജിനൽ അർത്ഥം. മലയാളത്തിൽ എല്ലാവർക്കും മീതെയുള്ളവനെന്ന് എഴുതിയിട്ടുണ്ട്, മേലെയുള്ളവനെന്ന് എഴുതിയിട്ടുണ്ട്. മീതെയുള്ളവൻ എന്ന വാക്കിൻ്റെ നമ്മൾ വിചാരിക്കും നമ്മുടെ തലയ്ക്ക് മീതെ ഉള്ളവനാണെന്ന്. നോ, എല്ലാവരുടെയും പുറത്തുള്ളവനെന്നാണ് അതിൻ്റെ അർത്ഥം. ആ മീതെയുള്ളവൻ എന്ന വാക്ക് യഥാർത്ഥത്തിൽ നമ്മൾ ക്ലോത്തിലാക്കിയിരിക്കുന്ന സ്പിരിറ്റ് ഓഫ് ഗോഡ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പുത്രത്വം നമ്മുടെ മേലുള്ളത് കൊണ്ടാണ്. അവനോ വളരണം, ഞാനോ കുറയണം എന്ന് യേശുക്രിസ്തു പറയുമ്പോൾ ആ വാക്യത്തിൻ്റെ ഭയങ്കരമായ ഒരു ആഴത്തിലുള്ളൊരു അർത്ഥമുണ്ട്. ക്രിസ്ത്യാനിയായിരിക്കുന്നൊരു വ്യക്തി എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകളാണിതൊക്കെ. യോഹന്നാൻ സുവിശേഷത്തിൽ 3:30-31 വാക്യങ്ങളിൽ ക്രിസ്തു ഇതിനെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് അത് അനുഭവിച്ചുകൊണ്ട് പറയുകയാണ്. നമ്മുടെ രക്ഷ, യേശുക്രിസ്തു മരിച്ചു, നമ്മൾ രക്ഷിക്കപ്പെട്ടു. എവിടെ നിന്ന് രക്ഷിക്കപ്പെട്ടു? ചിലർ പറയും കർത്താവിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ശാപം മാറും, നിങ്ങളുടെ കെട്ട് മാറും, ദാരിദ്ര്യം മാറും, നിങ്ങളുടെ ബുദ്ധിമുട്ട് മാറും, നിങ്ങളുടെ സങ്കടങ്ങൾ മാറും, നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറും. ഇത് കർത്താവിൻ്റെ സുവിശേഷമല്ല എന്ന് ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. കാരണം യേശുക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ കർത്താവ് കടലിൽ പോയാൽ കടലിൽ പ്രശ്നമാണ്, കരയിൽ വന്നു കഴിഞ്ഞാലും കരയിലും പ്രശ്നമാണ്, എവിടെ ചെന്നോ അവിടെയൊക്കെ പ്രശ്നമാണ്. ഒരു ക്രിസ്ത്യാനിക്ക് ഒരിക്കലും പ്രശ്നമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. കാരണം ഈ ലോകം മൊത്തം പ്രശ്നത്തിലാണ്. പക്ഷേ നിത്യജീവൻ ഒരാളെ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി, ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന മനോഭാവമുള്ളൊരു വ്യക്തി, ആ മനുഷ്യൻ സഞ്ചരിക്കുന്ന ഒരു ഫ്ലൈറ്റിലാകട്ടെ, ഒരു സ്ഥലത്താകട്ടെ, ഒരു
ട്രെയിനിലാകട്ടെ, ഒരു സഞ്ചരിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലങ്ങളിലാകട്ടെ, എവിടെ ചെന്ന് നിന്നാലും തൻ്റെ മീതെ ഒരു തുറക്കപ്പെട്ട സ്വർഗം എപ്പോഴുമുണ്ട്. ആ സ്വർഗത്തിന് അന്തരീക്ഷത്തെ മാറ്റുവാനായിട്ട് കഴിയും എന്നതാണ് ആ പുത്രത്വമുള്ളൊരു വ്യക്തിയുടെ ബോധം. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് പ്രശ്നം മാറത്തില്ല. സ്തോത്രം. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നൊരു വ്യക്തിക്ക് ഒരിക്കലും പ്രശ്നം മാറത്തില്ല. പ്രശ്നങ്ങളുണ്ടാകും, നിങ്ങളുടെ കൂടെയുള്ളവർക്കും പ്രശ്നങ്ങളുണ്ടാകും, പക്ഷേ അത് നിങ്ങളെ തൊടാൻ സമ്മതിക്കത്തില്ല. എത്രയോ ആപത്തുകൾ നിങ്ങളുടെ മധ്യേ കൂടെ കടന്നുപോയി, എത്രയോ ആപത്തിൽ നിങ്ങൾ അകപ്പെട്ടു, പക്ഷേ മരണത്തിന് തൊടുവാൻ കൊടുത്തില്ല. കാരണം നിത്യജീവൻ നിങ്ങൾ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. നിത്യജീവനെക്കുറിച്ചുള്ള ഭാഗങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ എടുക്കാം. അപ്പോൾ ഈ ക്ലോത്ത്ഡ് വിത്ത് സ്പിരിറ്റ്, അവനോ വളരണം ഞാനോ കുറയണം എന്ന് പറഞ്ഞാൽ ആ വാക്കിന് കൊടുത്തിരിക്കുന്ന ഭാഗം, ആ വാക്കിന് ഹീബ്രുവിൽ കൊടുത്തിരിക്കുന്ന ഒരു വേർഡെന്ന് പറഞ്ഞാൽ അസ്കോസ് എന്നാണ്. അസ്കോസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം വൈൻ സ്കിൻ എന്നാണ്. പണ്ട് ആട്ടിടയന്മാർ ആടിനെ മേയ്ക്കാനായിട്ട് പോകുമ്പോൾ തകശ് തോലുകൊണ്ട്, അല്ലെങ്കിൽ മൃഗങ്ങളുടെ തോലുകൾ, നല്ല മൃഗങ്ങളുടെ തോലുകൾ, പ്രത്യേകിച്ച് മാനിൻ്റെ തോലുകൾ, ആടിൻ്റെ തോലുകൾ, ഇതിനെ എടുത്ത് ഉണക്കി അതിനെ ഒരു ബാഗാക്കി വെള്ളം കൊണ്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ഡിവൈസായിട്ട്, ഒരു വാട്ടർ ബോട്ടിലായിട്ട് അവർ കൊണ്ടുപോകും. തുരുത്തി എന്ന് നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. ഈ തുരുത്തി എന്ന വാക്കിലാണ് കൊടുത്തിരിക്കുന്നത് അസ്കോസ്. ഹീബ്രുവിൽ അവനോ വളരണം ഞാനോ കുറയണം എന്ന് എഴുതിയിരിക്കുന്ന വാക്യത്തിൻ്റെ അർത്ഥം ആക്സനിൻ എലാറ്റേക്കയ എന്നാണ്. ആക്സനിൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഇൻക്രീസ് എന്നും എലാറ്റേക്കയ എന്ന വാക്കിൻ്റെ അർത്ഥം ഡിക്രീസ് എന്നും. ഞാൻ ഹീബ്രു പഠിക്കാനൊന്നുമല്ല ഇതിന് പറയുന്നത്, ആ വാക്കിൻ്റെ എല്ലാത്തിൻ്റെ അർത്ഥം ഒന്നാണ്. ഉൽപ്പത്തി 3-ാം അധ്യായം 21-ാം വാക്യത്തിൽ കൊടുത്തിരിക്കുന്ന വേർഡും അസ്കോസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ പുറത്തുള്ള ക്രിസ്തു ദിനം പ്രതി വളരണം. എങ്ങനെ വളരും? ക്രിസ്തു വളർത്താൻ നമുക്ക് DDT ഇടാൻ പറ്റുമോ? ക്രിസ്തുവിനെ വളർത്താൻ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റുമോ? ക്രിസ്തുവിനെ വളർത്താൻ നമുക്ക് ശരീരത്തെ കൊല്ലുവാൻ പറ്റുമോ? നോ. ക്രിസ്തുവിനെ വളരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനോബോധം മാറണം എന്നാണ് അർത്ഥം. നമ്മുടെ മനോബോധം എന്ന് മാറുമോ അന്ന് നമ്മൾ ക്രിസ്തുവിലായിത്തീരും. യേശുക്രിസ്തു കരയിലേക്ക് വന്ന് ചവിട്ടിയാൽ അവിടെ മുഴുവനും ഡിസ്റ്റർബൻസ് ചെയ്യുന്ന, തൻ്റെ ഐഡൻറ്റിറ്റിയെ മുറിവേൽപ്പിക്കുന്ന, തൻ്റെ പുത്രത്വത്തെ അപമാനിക്കുന്ന കാര്യങ്ങളാണ് അവിടെ ചുറ്റും നടക്കാറ്. ഒരു ക്രിസ്ത്യാനിക്ക് പ്രശ്നങ്ങൾ മാറിയിട്ട് ക്രിസ്തുവിൻ്റെ അടുക്കൽ വരാൻ പറ്റത്തില്ല. പ്രശ്നങ്ങളുണ്ടായിരിക്കുമ്പോൾ അതിനെ പരിഹരിക്കാൻ സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രത്വം നിങ്ങളുടെ മേലുണ്ട്. അത് നിങ്ങൾക്ക് ഒരു വലിയ പ്രൊട്ടക്ഷനാണ്. രക്ഷ എന്ന വലിയൊരു പ്രൊട്ടക്ഷൻ, ഒരു കവചം നിങ്ങളുടെ കൂടെയുണ്ട്. യേശുക്രിസ്തു ലാസറിൻ്റെ കല്ലറയിലടുക്കൽ വന്നപ്പോൾ ഇവനെ ഉയർപ്പിക്കാൻ പറ്റുമോ? ഇവൻ ആരാണ്? ഈ പുത്രത്വമായ താൻ ഇട്ടിരിക്കുന്ന തൻ്റെ കുപ്പായമായ പുത്രത്വം, ആ പുത്രത്വത്തിന് മേലാണ് ഈ പഴികളും ദുഷികളും പ്രശ്നങ്ങളും ഒക്കെ വരുന്നത്. പക്ഷേ നിങ്ങൾ യേശുക്രിസ്തുവിനെ ശ്രദ്ധിച്ചാൽ അറിയാം, കർത്താവ് അവിടെ നിന്ന് താൻ ഒരു ഐഡൻറ്റിറ്റിയിൽ നിൽക്കുകയാണ്. തൻ്റെ മുകളിൽ, താൻ നിൽക്കുന്ന പുത്രത്വത്തിൻ്റെ മുകളിൽ എപ്പോഴും ഒരു ഓപ്പൺ ഹെവൻ ഉണ്ടെന്ന് തനിക്കറിയാം. യേശുക്രിസ്തു ഇത്രയും ഡിസ്റ്റർബൻസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വന്നപ്പോഴും പറയുകയാണ്, എതിരികൾ വന്നപ്പോഴും എതിർ ശബ്ദങ്ങൾ വന്നപ്പോഴും പറയുകയാണ്, പിതാവ് ചെയ്ത് കാണുന്നത് ഞാൻ ചെയ്യുന്നു. നമുക്ക് ഉള്ള പ്രശ്നം എന്തെന്നറിയാവോ? നമ്മൾ ചുറ്റുമുള്ള വാക്കുകൾ കേൾക്കും, നമ്മുടെ ഐഡൻറ്റിറ്റി മറക്കും. ചുറ്റുമുള്ള വാക്കുകൾ കേട്ട് ഐഡൻറ്റിറ്റി മറക്കുന്നവൻ ഒരിക്കലും ക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവനല്ല. ചുറ്റുമുള്ള വാക്കുകൾ കേൾക്കുമ്പോഴും തൻ്റെ ദൈവം പറഞ്ഞ വാക്കിൽ വിശ്വസിക്കുകയല്ല, ഉറപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. വിശ്വസിക്കുമ്പോൾ ചഞ്ചലപ്പെടും, ഉറപ്പിക്കുന്നവൻ ചഞ്ചലപ്പെടത്തില്ല. കർത്താവ് തൻ്റെ പുത്രനെ കൊന്ന് ആ പുത്രൻ്റെ പുറത്ത് കിടന്ന തോൽ, ഐഡൻറ്റിറ്റി എൻ്റെ പുറത്ത് ക്ലോത്തിലാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ പോകുന്ന സ്ഥലങ്ങളിൽ യേശു ക്രിസ്തുവിനെ ഞാൻ ധരിച്ചിരിക്കുകയാണ്. നിങ്ങളിരിക്കുന്ന ജോലി സ്ഥലത്ത് യേശു ക്രിസ്തുവിനെ ധരിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ അകത്തിരിക്കുന്ന ഈ തോല് കൊണ്ടുള്ള ഇതിനൊരു പ്രശ്നമുണ്ട്. വെള്ളമൊഴിക്കുമ്പോൾ അത്
ആ തുരുത്തിയുടെ തോലിലൊരു പ്രശ്നമുണ്ട്. വെള്ളം ഒഴിക്കുമ്പോൾ അല്ലെങ്കിൽ വീഞ്ഞൊഴിക്കുമ്പോൾ അത് വലുതാകുകയും വീഞ്ഞ് കുറയുമ്പോൾ അത് ചെറുതാകുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ ചുറ്റും നടക്കുന്ന പ്രശ്നങ്ങൾ മുഴുവനും കൊണ്ട് നിങ്ങൾ നിറയുകയാണെങ്കിൽ നിങ്ങളുടെ അകം നിറയുകയും പുറത്തുള്ള ക്രിസ്തു വെളിപ്പെടാതെ ഇരിക്കും. അല്ലെങ്കിൽ ആ ഐഡൻറ്റിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് ചിന്തിക്കാനോ ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ പ്രവർത്തിക്കാനോ പറ്റത്തുള്ളൂ. എന്നാൽ നിങ്ങളുടെ അകം ചുരുങ്ങിയാൽ പുറം വെളിപ്പെടാൻ തുടങ്ങും. പുറത്തുള്ള ക്രിസ്തു എന്ന മനോഭാവം വെളിപ്പെട്ട് തുടങ്ങിയാൽ അകത്തുള്ള നമ്മളെന്ന നമ്മുടെ കൺസെപ്റ്റ് അത് മൊത്തം ചുരുങ്ങാൻ തുടങ്ങും. ആ വാക്യത്തിൻ്റെ അർത്ഥം അതാണ്. യോഹന്നാൻ സുവിശേഷം 3:30-31 അവനോ വളരണം, ഞാനോ കുറയണം. ആ വാക്കിൻ്റെ അർത്ഥം അസ്കോസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അകത്ത് ലോകത്തിലെ പ്രശ്നങ്ങളും നിങ്ങളെ പറയുന്ന വേർഡും നിങ്ങളെ ഡിഫെൻസ് ചെയ്യുന്ന ഒന്നും നിങ്ങൾ ദൈവത്തിൻ്റെ ഐഡൻറ്റിറ്റിയെ എതിരായിട്ട് നിങ്ങളെപ്പോൾ അത് ഉറപ്പിക്കാൻ തുടങ്ങുന്നുവോ ആ ഉറപ്പിക്കുന്നതിനെതിരെ ചുറ്റും പ്രശ്നങ്ങൾ കൂടാൻ തുടങ്ങും. നിങ്ങൾ അതിൽ തന്നെ ഉറച്ച്, എൻ്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവൻ എന്നെ അവൻ്റെ പുത്രത്വം അല്ലെങ്കിൽ ക്രിസ്തുവിനെ ധരിപ്പിച്ചിരിക്കുന്നു എന്നൊരു ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ നിൽക്കുന്ന അന്തരീക്ഷം എത്ര വയലൻ്റ് ആയിക്കോട്ടെ, നിങ്ങൾ ചെന്ന് നിൽക്കുമ്പോൾ അത് മാറുമെന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ, അതിനെതിരെ ആയിരക്കണക്കിന് പ്രശ്നം നിങ്ങൾ കൂരമ്പുകളെ പോലെ വരും. നിങ്ങളുടെ ജോലി സ്ഥലത്താകട്ടെ, നിങ്ങളുടെ ലൈഫിലാകട്ടെ, നിങ്ങളുടെ വീട്ടിലാകട്ടെ, നിങ്ങളുടെ കുടുംബത്തിലാകട്ടെ, നിങ്ങളുടെ മക്കളുടെ മേലാകട്ടെ, നിങ്ങളുടെ ശരീരത്തിൻ്റെ മേലാകട്ടെ, നിങ്ങളുടെ സാമ്പത്തികത്തിൻ്റെ മേലാകട്ടെ, എല്ലാത്തിൻ്റെ മേലും വരും. പക്ഷേ നമ്മുടെ പ്രശ്നം എന്നറിയാവോ, നമ്മൾ അതിനെ ഉറപ്പിക്കുന്ന നിമിഷം ഇതൊക്കെയും നമുക്ക് കീഴടങ്ങും എന്നതാണ് പുത്രത്വത്തിൻ്റെ സിമ്പൽ. നിങ്ങൾക്കറിയാമോ, രാജാവ് ഒരു നാട്ടിലൊരു വാക്ക് കൽപ്പിച്ചാൽ ആ രാജാവിനെ ധിക്കരിക്കാൻ ആ രാജ്യത്തിൽ ഒന്നിനും അധികാരമില്ല. അങ്ങനെയാണെങ്കിൽ രാജാക്കന്മാരുടെ രാജാവിനെ ധരിച്ചിരിക്കുന്ന നമ്മളൊരു വാക്ക് കൽപ്പിച്ചാൽ സമുദ്രമടങ്ങും, നിങ്ങളുടെ മുമ്പിലുള്ള വിഷയങ്ങൾ കീഴടങ്ങും, നിങ്ങളുടെ മുമ്പിലുള്ള സകലതും നിങ്ങൾക്ക് മുമ്പേ കീഴടങ്ങി നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ രാജാവാക്കി ദൈവം വെച്ചിരിക്കുകയാണ്. ഞാനതൊരു മനോഹരമായ സന്ദേശം നിങ്ങൾക്ക് തന്നതിൻ്റെ കാരണം, നമ്മളെല്ലാ ദിവസവും രൂപാന്തരത്തിലേക്ക് എത്തുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. നമ്മളൊരു മതത്തിൻ്റെ പിന്നാലെ പോകുകയാണെങ്കിൽ, ഒരു ക്രിസ്ത്യാനിറ്റിയുടെ പിന്നാലെ പോകുകയാണെങ്കിൽ, ഇന്ന് പലരും അവർക്ക് സെല്ലാറിന് വേണ്ടി അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ അടക്കാൻ വേണ്ടി പള്ളിയിൽ പോകാറുണ്ട്. പലരും ദൈവത്തെ സ്നേഹിക്കുന്നതുകൊണ്ട് പള്ളിയിൽ പോകാറുണ്ട്. കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പള്ളിയിൽ പോകാറുണ്ട്. അതൊക്കെ ഒരു ഫേക്കാണ്. നിങ്ങളുടെ കാര്യങ്ങൾ ഒന്നും നടക്കത്തില്ല. വല്ലപ്പോഴും മുയലിൻ്റെ പുറത്ത് ഒരു ചക്ക വീഴുന്നാൽ പലപ്പോഴും നമ്മൾ പറയും എപ്പോഴും ചക്ക വീഴുന്ന് മുയൽ ചാകത്തില്ല. ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളെപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചപ്പോൾ എന്തെങ്കിലും നടന്നു കാണാം. പക്ഷേ നിങ്ങൾ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ആ കർത്താവിൻ്റെ പർപ്പസിൽ നിന്ന് മാറിപ്പോയി. നിങ്ങൾക്ക് ആയിരക്കണക്കിന് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാം. പക്ഷേ നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ ശക്തിയുള്ള ഒരു തോല് നിങ്ങളുടെ പുറത്തുണ്ട്. എഴുന്നേൽപ്പിക്കാൻ ശക്തിയുള്ള, തണുപ്പിനെ പ്രതികരിക്കാനുള്ള, നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്ന എല്ലാത്തിൽ നിന്നൊരു കവറിങ് നിങ്ങൾക്കുണ്ട്. അതിന് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റാത്തടത്ത് അതിനെ ജയിപ്പിക്കാൻ പറ്റും, റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ വിചാരിച്ചതുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും അങ്ങനെ ആകാൻ പറ്റത്തില്ല. കർത്താവ് നമ്മളെ പുതപ്പിച്ചത് കൊണ്ടാണ്. നിങ്ങൾ തിരുവെഴുത്തിൽ പലയിടത്തും വായിക്കുമ്പോൾ ഒരു ഉപമ കർത്താവ് പറഞ്ഞു. ഒരു ഉടയൻ തൻ്റെ മകനെ സ്ഥലം നോക്കാൻ അയച്ചു. അവിടെ ചെന്നപ്പോൾ അവനെ കൊന്നു. അവിടുത്തെ ആൾക്കാർ അവൻ്റെ വസ്ത്രത്തെ അവർ പിടിച്ചു വാങ്ങി അവനെ കൊന്നു. ആ ഉപമ ക്രിസ്തു പറഞ്ഞത് നിങ്ങൾക്കറിയാം. യേശു കർത്താവ് പറഞ്ഞത്, ഇവൻ മകനാണ്, ഇവനെ കൊല്ലുക എന്ന് പറഞ്ഞ് അവൻ്റെ തോല് അല്ലെങ്കിൽ അവൻ്റെ ആ ഐഡൻറ്റിറ്റിയെ വലിച്ചൂരി. യഥാർത്ഥത്തിൽ അവർക്ക് കൊടുക്കാത്ത രക്ഷയെ ഇന്ന് നിങ്ങൾക്ക് തന്നെങ്കിൽ, നിങ്ങൾ ആസ്വദിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ പറ്റും? നിങ്ങൾക്ക് എങ്ങനെ ദൈവത്തിൽ വിശ്വസിച്ച്, ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു ക്രിസ്ത്യാനിയാണെന്ന്, എൻ്റെ പ്രശ്നങ്ങൾ തീരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അതൊരു ഫേക്കാണെന്ന് നിങ്ങൾക്കറിയാവോ? നിങ്ങളുടെ പുറത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ക്രിസ്തു എന്ന രാജാവിൻ്റെ ആ കുപ്പായം, ക്രിസ്തു എന്ന ആ തോല്,
ക്രിസ്തുവിൻ്റെ പുറന്തോല് ഉരിച്ചെടുത്ത് നിങ്ങൾക്കിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവൻ്റെ പുത്രന്മാരാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ പാർട്ടേക്കേഴ്സാണ്. നിങ്ങൾ കൽപ്പിക്കുന്നതൊക്കെ നടന്നുകൊണ്ടേയിരിക്കും. ഒരു പ്രാവശ്യം കൽപ്പിച്ചാൽ അത് ക്രിയേറ്റ് ആവാൻ തുടങ്ങും. രണ്ടാം പ്രാവശ്യം കൽപ്പിച്ചാൽ അത് വളരാൻ തുടങ്ങും. ആ സീഡിൽ നിന്ന് അത് പൊട്ടാൻ തുടങ്ങും. കൽപ്പിക്കും തോറും അത് ഒരു മരത്തെപ്പോലെ വളർന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ നന്മകളെ കൽപ്പിച്ചുണ്ടാക്കുക. നിങ്ങളല്ല സംസാരിക്കുന്നത്. നിങ്ങളുടെ വായിലെ വാക്കുകൾ ക്രിസ്തുവിൻ്റെ വാക്കുകളായി പുറത്തു വരികയാണ്. കാരണം നിങ്ങൾ ധരിച്ചിരിക്കുന്നത് ക്രിസ്തുവിനെയാണ്. നിങ്ങളുടെ അകം കുറയട്ടെ. മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുന്ന പഴി, നിന്ന, ദുഷി, അവരിൽ നിന്ന് കേൾക്കുന്ന മോശപ്പെട്ട വാക്കുകൾ, കയ്പ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഉള്ളിൽ വന്ന് സംഗ്രഹിച്ചിട്ട് നിങ്ങൾ പെരുകരുത്. നിങ്ങൾ കുറയണം. ആ ക്രിസ്തു വളരണം. ഇന്ന് കർത്താവ് നമ്മളെ ക്രിസ്തുവിനെ ധരിപ്പിച്ചിരിക്കുന്നു എന്നൊരു വലിയ സബ്ജക്റ്റിലേക്ക് തുടക്കമിടുവാൻ ദൈവം തന്ന ഭാഗ്യത്തിനായ സ്തോത്രം. ഈ മെസ്സേജുകൾ നിങ്ങൾ എല്ലാ ദിവസവും കേൾക്കുകയും നിങ്ങൾ ക്രിസ്തുവിൽ വളരുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഫ്രീ ടൈമുകളിൽ എന്തെങ്കിലും ജോലികളിലായിരിക്കുമ്പോൾ ഈ തിരുവെഴുത്തുകൾ നിങ്ങളെ ബലപ്പെടുത്തട്ടെ, നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രകളിൽ നിങ്ങൾക്ക് വെളിച്ചമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കുള്ള എല്ലാത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ കരം കൊണ്ട് കോരി നമ്മെ സൂക്ഷിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. കർത്താവിൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചിരിക്കുക. സ്തോത്രം. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.